അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വി ട്രസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിലാണ്. ഇതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് കുറച്ച് അധ്യാപകരുണ്ട് അവിടെ, പിന്നെ ഇതിൻ്റെ നടത്തിപ്പുകാരൊക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെയാണ് സംവിധാനങ്ങളെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി തരാം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാരഥികളെല്ലാവരും. നമുക്ക് ഓരോരുത്തരും ഒന്ന് പരിചയപ്പെടാം അല്ലേ? എഴുന്നേറ്റെല്ലാം വേണം, അവിടെ ഇരിക്കും, ഞാൻ അങ്ങോട്ട് വരാം. അക്ഷയ്, ഷിബിൻ, ബിനാസ്, പ്രിയങ്ക, മഹാബലി, ഹർഷിത, ജിഷാദ്, ഹിതുപ്രിയ, ഖാദിറ, ഐദർ, അനസ്, ആര്യ, ശ്രീപ്രിയ, അസുൻ, ഇഹാദ്. ഇനിയൊരു ഇതിൻ്റെ ഇവരെക്കാട്ടിലൊക്കെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ടായാലും നമുക്ക് അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഇവരെ അല്ലേ ഒളിച്ചു മാറി നിൽക്കുകയാണ് പുള്ളി. നമുക്കൊന്ന് പരിചയപ്പെടാം. മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സംവിധാനങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു. നമ്മൾ വി ട്രസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾറെഡി നമുക്ക് കൊയിലാണ്ടി അതുപോലെ തന്നെ ബാലുശ്ശേരി നമുക്ക് ഓരോ കോളേജസ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങോടെ കോഴിക്കോട് വെച്ചിട്ട് ആദ്യമായിട്ട് ഈ ഒരു അക്കാദമിക് ഇയർ തൊട്ടിട്ട് നമ്മൾ തുടങ്ങുവാണ്. BSc ഒപ്റ്റോമെട്രിയാണ് നമ്മളുടെ ഏറ്റവും പ്രീമിയം കോഴ്സ് എന്നുള്ള രീതിയിലുള്ളത്. ആക്ച്വലി വി ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽസിൻ്റെ കീഴിലുള്ള വി ട്രസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ BSc ഒപ്റ്റോമെട്രി, BWOC ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, മെഡിക്കൽ ലാബ് ടെക്നോളജി, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോഴ്സായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സും ഡിപ്ലോമ കോഴ്സസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ വർക്ക് എക്സ്പീരിയൻസ് ആണ് കൂടുതലായിട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമൽ രീതിയിലുള്ള ഒരു തിയറി ബേസ്ഡ് സ്റ്റഡീസ് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസാണ്. അതായത് 3 വർഷം അല്ലെങ്കിൽ എത്ര വർഷമാണ് നമ്മൾ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നത്, ഓരോ കോഴ്സിൻ്റെ കാലയളവ് വെച്ചിട്ട് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള കംപ്ലീറ്റ്ലി നമ്മളൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ കുട്ടികളുടെ മോൾഡ് ചെയ്തിട്ടാണ് ഇവിടുന്ന് ഇറക്കുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 2 വർഷം മിനിമം ജോലി ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസോട് കൂടിയിട്ടായിരിക്കും ഓരോ സ്റ്റുഡൻസ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത്. പിന്നെ നമുക്കിവിടെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റുഡൻസിനും പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 70% എബോവ് മാർക്കുള്ള ആളുകൾക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ BPL കാർഡുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒട്ടനവധി സ്കോളർഷിപ്പുകൾ നമ്മൾ ഇവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഓരോ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ശരിക്കും പറയുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിന് ഇനി ഒരു പരസ്യത്തിൻ്റെ ആവശ്യമില്ല, മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിരിക്കും. പക്ഷേ പറഞ്ഞതിൽ വളരെ കാര്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു, വേറെ എന്താ പറയുക, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു ജോബ് ഇനി ഇറങ്ങിയാൽ അത് ഉടനടി ഒരു ജോബ് കൂടി സംവിധാനങ്ങൾ ആവും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയെ ആണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. അദ്ദേഹം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലേക്ക് പോകാം. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പേര് നുഫൈൽ. നുഫൈൽ, എന്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ അധ്യാപകരും അതേപോലെ തന്നെ മറ്റ് എന്താ പറയുക ഇൻഫർമേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഈ വി ട്രസ്റ്റിൻ്റെ ഉത്ഭവം എന്താണ്, എങ്ങനെയായിരുന്നു വി ട്രസ്റ്റിൻ്റെ ഉത്ഭവം, ഒരു കമ്പനി എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറിയതും ആ ഒരു ഗ്രൂപ്പ് ഓഫ് നിങ്ങളുടെ ആ ഒരു ടീം വർക്കിലെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. വി ട്രസ്റ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 ബാലുശ്ശേരിയിൽ വെച്ചാണ്. ആദ്യത്തെ ഒരു ഹൈ ഹോസ്പിറ്റലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബാലുശ്ശേരി വി ട്രസ്റ്റ് ഹൈ ഹോസ്പിറ്റൽ എന്നുള്ള രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം താമരശ്ശേരിയിലും കൊയിലാണ്ടിയിലും അതേപോലെ തന്നെ വടകരയിലുമാണ് ഇപ്പം നിലവിൽ വി ട്രസ്റ്റ് ഹൈ ഹോസ്പിറ്റൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനിടയ്ക്കാണ് ബാലുശ്ശേരിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്ക് തന്നെ ഒരുപാട് സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു അക്കാഡമി തുടങ്ങിക്കൂടാ എന്നുള്ള ചിന്തയിൽ നിന്നാണ്, നല്ല സ്റ്റാഫിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാലുശ്ശേരിയിലും കൊയിലാണ്ടിയിലും വടകരയിലും ഇപ്പം നമ്മൾ കോഴിക്കോട് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ BSc MSc ഒപ്റ്റോമെട്രി അതേപോലെ തന്നെ പാരാമെഡിക്കൽ മാനേജ്മെൻറ്റ് കോഴ്സുകളെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോട് കൂടിയ, അതായത് ഈ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ ഹൈടെക് ക്ലാസ് റൂമുകളൊക്കെ ആയിട്ടാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക്
വളരെ കടുത്ത എനിക്ക് തോന്നുന്നു മത്സരങ്ങളുടെ സമയമാണ്. അത് മാത്രമല്ല ചില്ലറ ബുദ്ധിമുട്ടല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്. അതെ. എങ്ങനെയാണ് നിങ്ങളത് തരണം ചെയ്യുന്നത്? നമുക്ക് അതിന് പറ്റുന്ന ഫാക്കൽറ്റീസ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നിലവിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോലി കൊടുക്കാനുള്ള സംവിധാനവും നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 4ഓളം ഐ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഇനി ഐ ഹോസ്പിറ്റൽസ് വരാനിരിക്കുന്നുണ്ട്. 300-ൽ അധികം സ്റ്റാഫ് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അപ്പം പഠിച്ചെടുക്കുന്ന ഓരോ ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും ജോലി കൊടുക്കാനുള്ള സംവിധാനം നമ്മളെടുത്തുണ്ട് എന്നുള്ളത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്. നേരത്തെ നിങ്ങളുടെ സ്റ്റാഫ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു വെച്ചാൽ, നമുക്ക് ഈ BPL നിൽക്കുന്ന വിദ്യാർത്ഥികൾ, BPL ഉള്ള വിദ്യാർത്ഥി ഇവിടെ വന്ന് പഠിക്കുകയാണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പിൻ്റെ സംവിധാനം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ. ബി ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐ കെയർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നുള്ളത്. അതേപോലെ തന്നെ സമൂഹത്തിൽ പാവപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പലപ്പോഴും പുറത്തു പോയിട്ട് പഠിക്കാനൊന്നും സാധിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അതിന് പറ്റുന്ന രൂപത്തിലുള്ള സ്കോളർഷിപ്പ് കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടി ബി ട്രസ്റ്റിൻ്റെ ഒരു ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും. ഞാൻ ഈ സ്ഥാപനത്തിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഫീസ്, എന്തൊക്കെയായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള സംവിധാനം. അത് ഞാനിപ്പോൾ പറയുന്നില്ല, സസ്പെൻസാണ്. കാരണം അത് പറയാത്ത സസ്പെൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ വരണം. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ, ഇവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് മനസ്സിലാവുള്ളൂ, ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കോർഡിനേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് നേരിട്ട് കാണാനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് ഓണത്തിനെ കുറിച്ച് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. കേരളത്തിൻ്റെ ഒരു മലയാളിയുടെ ഒരു ഉത്സവമാണ് ഓണം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപ്പം ഹാപ്പി ഓണം നേരുന്നു. ബി ട്രസ്റ്റ് ഗ്രൂപ്പിന് ഒരു ഹാപ്പി ഓണം. താങ്ക് യു.